ഞാനുള്ളത് ട്രിവാൻഡ്രത്ത് കവടിയാർ ജവഹർ നഗറിലുള്ള ഖസാക്ക് എന്ന റെസ്റ്റോറൻറ്റിലാണ്. ഖസാക്ക് റെസ്റ്റോറൻറ്റിൽ മലബാറി ഫുഡും പിന്നെ നാടൻ വിഭവങ്ങളൊക്കെ ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ് ഇവിടുത്തെ. ഫുഡ് മാത്രമല്ല, ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്രീനറി, ഒരു കിടിലം ആംബിയൻസ്, ഇതെല്ലാം ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ്. അപ്പം വീണ്ടും വീണ്ടും നമുക്ക് വരാൻ തോന്നുന്ന ഒരു സ്ഥലം, ഈ ഗ്രീനറിയൊക്കെ കണ്ടാൽ നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു സ്ഥലം, ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു സ്ഥലമാണ് ഈ ഖസാക്ക് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. ട്രിവാൻഡ്രത്ത് കവടിയാറാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ റംസാൻ കാലത്ത്, ഈ നോമ്പ് കാലത്ത് എന്തൊക്കെ സ്പെഷ്യൽ വിഭവങ്ങളാണ്, നോമ്പ് തുറ വിഭവങ്ങളാണ് നമുക്ക് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്ത് തരാൻ പോകുന്നത് നോക്കാം. നമുക്ക് ചെന്ന് കുക്കിനോട് സംസാരിക്കാം. നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ എന്നൊക്കെ അറിയാം. സ്പെഷ്യൽ നോമ്പ് തുറ വിഭവങ്ങൾ, റംസാൻ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പോയി നോക്കാം. ഹലോ, എന്താണ് പേര്? ജിനോഷ്. ജിനോഷ്. അപ്പോൾ ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത്? ചെയ്യാൻ പോകുന്നത് ആട്ടിൻ തല വെട്ടിച്ചത് ആണ്. അപ്പോൾ ഇത് മലബാറി ഡിഷാണോ? അതെ, മലബാറി ഒറിജിനൽ മലബാറി ഡിഷാണ്. അപ്പം എന്താണ് ഇതിൻ്റെ, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അവിടെ ഇതിപ്പോൾ ചെയ്യുന്നത് ഇതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഫുള്ളായിട്ടുള്ള പീസാണ്. ഇതിനെ ചോപ്പ് ചെയ്തിട്ടാണ്, ചോപ്പ് ചെയ്തതാണ് ഇത്. ആ പീസാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു ഫുൾ ആട്ടിൻ്റെ തല, അത് ചോപ്പ് ചെയ്തതാണ് ഈ സംഭവം കാണുന്നത്. ആട്ടിൻ്റെ തല ഫുള്ളി ചോപ്പ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പ് ചെയ്തതാണ് ഇരിക്കുന്നത്. ഇത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വരുന്നത്? ഇൻഗ്രീഡിയൻസ് സവാള, ടൊമാറ്റോ, ഇത് എല്ലാ സ്പൈസസും. അതെ, എല്ലാ മിക്സ് ആക്കിയിട്ടാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക. അപ്പോൾ ഇത് പൊടിച്ചിട്ടാണ് ഇല്ല, പൊടിക്കാതെ റോ ആയിട്ടാണ് അങ്ങനെ ഇടുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ജിഞ്ചർ ചോപ്പ് ചെയ്തതാണ്. ഗാർലിക്, ധനിയ, മല്ലി, കറിവേപ്പില, ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ. അപ്പോൾ ഇതെല്ലാം പൗഡറല്ല, ക്രഷ് പൗഡർ, ക്രഷ്ഡ് ആണ്. അപ്പോൾ ഇതെല്ലാം ഇനി മസാല മിക്സ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഞാൻ എടുത്തിരിക്കുന്നത് 5 സവാള, 3 ടൊമാറ്റോ, 3 മുതൽ 4 വരെ ആവാം എടുത്തത്. നെക്സ്റ്റ് ജിഞ്ചർ 1.5 സ്പൂൺ. ഓക്കെ. നെക്സ്റ്റ് ഗ്രീൻ ചില്ലി 3-4 സ്പൂൺ. നെക്സ്റ്റ് ബ്ലാക്ക് പെപ്പർ ക്രഷ്ഡ് ആണ് 3 സ്പൂൺ. നെക്സ്റ്റ് ടർമറിക് 1/2 സ്പൂൺ. ചില്ലി പൗഡർ കുറച്ച് ഇടത്തുള്ളൂ. ഓക്കെ. ബ്ലാക്ക് പെപ്പറിൻ്റെ അതിൻ്റെ ഒരു പെപ്പറിൻ്റെ മണമായിരിക്കും അതെ കൂടുതൽ. പിന്നെ സോൾട്ട് ആവശ്യത്തിന്. മല്ലി, ഓക്കെ, കറി ലീഫ്, കുറച്ച് ചെറുനാരങ്ങ നീര്, കുറച്ച് ഒരു ആവശ്യത്തിന്. 4 മുതൽ 5 ഏലക്ക പൊടിക്കാത്തത് എല്ലാം ഇടും. ഗ്രാമ്പു, ഓക്കെ. നെക്സ്റ്റ് 150 ഗ്രാം വെളിച്ചെണ്ണ. മട്ടൻ മസാല, ഓക്കെ, 1-1.5 സ്പൂൺ മട്ടൻ മസാല. ഇനി ഇതെല്ലാം കൂടി ചേർന്നൊന്ന് മിക്സ് ചെയ്യും. ഇപ്പം അധികം സ്പൈസി അല്ലാത്ത മലബാറി മട്ടൻ ആട്ടിൻ തല വറ്റിച്ചതാണ് ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആട്ടിൻ തല വറ്റിച്ചത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ആട്ടിൻ തല വറ്റിച്ചത് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ പെപ്പറിൻ്റെ ആ ഒരു മണവും ആ ഒരു ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കുന്നത്. ചില്ലി അല്ല, അധികം അങ്ങനെ സ്പൈസി അല്ല, ഭയങ്കര എരിയൊന്നുമില്ല. നമുക്ക് പത്തിരി അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. തിക്ക് ഗ്രേവിയാണ് ഇതിന്. അങ്ങനെ അധികം എരിയൊന്നുമില്ല. എല്ലാ സ്പൈസും എല്ലാം
നല്ല മണമുള്ളൊരു നല്ലൊരു ഡിഷാണ്, മലബാറി ഡിഷാണ്. അപ്പം എല്ലാവരും റംസാൻ കാലത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. ഈ ആട്ടിൻ തല വറ്റിച്ചത് എളുപ്പമാണ്, അങ്ങനെ അധികം വലിയ ലോങ് പ്രിപ്പറേഷനൊന്നുമല്ല, ഭയങ്കര അധികം വലിയ പ്രിപ്പറേഷനൊന്നും വേണ്ട. ഇതിന് ചെറിയ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ പുതിയൊരു വിഭവമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ബൈ.